കുട്ടികളൊക്കെ വളരെ സന്തോഷകരമല്ലാത്ത സാഹചര്യത്തിൽ നിന്നൊക്കെയാണ് ഇന്ന് നമ്മുടെ സ്കൂളുകളിലേക്കൊക്കെ കടന്നു വരുന്നത്. അത്ര സന്തോഷകരമായൊരു ലോകമല്ല നമ്മളിപ്പോൾ രൂപപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. ഈ സമൂഹത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ ഒരുപാട് അജിറ്റേറ്റഡ് ആകാനും ഒരുപാട് തരത്തിൽ ദേഷ്യമുള്ളവരാകാനും ഒരുപാട് തരത്തിൽ വൈകല്യങ്ങളൊക്കെ കാണിക്കാനും ഒക്കെ ഇടയുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ പരിഭ്രാന്തരാകുകയോ അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കുകയോ അവരെ പുറത്താക്കുകയോ ഒക്കെ ചെയ്യാനല്ല ശ്രമിക്കേണ്ടത്. ഈ കുട്ടികളൊക്കെ വരുന്ന സാഹചര്യങ്ങളൊക്കെ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്നാണ് ഭൂരിപക്ഷം കുട്ടികൾ ഇന്ന് വരുന്നത്. നമ്മുടെ സൊസൈറ്റിയിലുള്ള നെഗറ്റിവിറ്റി ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. അവർ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും ഒക്കെ വളരെ വൈകല്യം നിറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന കുഞ്ഞുങ്ങളിൽ ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഒരു ക്യാരി ഫോർവേഡിങ് ഉണ്ടാവും. ഇതിനെ ആ കുട്ടികളെ രൂപാന്തരപ്പെടുത്തി അവരെ ആശ്വസിപ്പിച്ച് അവരെ സുരക്ഷിതരാക്കി അവരെ പോസിറ്റീവാക്കി തിരിച്ച് സമൂഹത്തിന് നൽകേണ്ട വലിയൊരു ഉത്തരവാദിത്വത്തിൻ്റെ പേരാണ് എഡ്യൂക്കേഷൻ വലിയൊരു ട്രാൻസ്ഫോമിങ് പ്രോസസ്സാണ്. അതിന് വലിയ പവറുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. കുട്ടികളുടെ അജിറ്റേഷൻ, റിബലിങ്, അതുപോലെ തന്നെ ഭയങ്കരമായ ദേഷ്യം, കുറ്റം ചെയ്യാനുള്ള വാസന, വയലൻസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികളിൽ നിന്ന് കൂടിക്കൂടി വരുന്നത് കാണാം. അതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ അവർ വരുന്ന കുടുംബങ്ങളൊക്കെ പലപ്പോഴും ഒരു അൺഫങ്ഷനിങ് ഫാമിലിയാണ്. പലപ്പോഴും സെപ്പറേറ്റഡ് ആയിട്ടുള്ള പേരൻസ് ഉള്ള ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ പേരൻസ് തമ്മിൽ വഴക്കിടുന്ന ഫാമിലി ആയിരിക്കാം. പലതരത്തിലുള്ള റോങ് ജെനറ്റിക്സിലൊക്കെ അല്ലെങ്കിൽ റോങ് എൻവയോൺമെൻറ്റിലൊക്കെ സ്വാധീനിക്കപ്പെട്ട കുഞ്ഞുങ്ങളായിരിക്കാം. ഇത്തരം കുഞ്ഞുങ്ങളുടെയൊക്കെ എണ്ണം ഇനി അങ്ങോട്ട് സമൂഹത്തിൽ കൂടുകയുള്ളൂ. കാരണം നമ്മളിന്ന് സമൂഹത്തിൽ കാണുന്ന എല്ലാ പ്രശ്നങ്ങളുടെ ഒരു പ്രതിഫലനം നമ്മുടെ ക്ലാസ് മുറികളിലും കാണും. ഒരുപാട് അജിറ്റേറ്റഡ് ആയിട്ടുള്ള ഒട്ടും സന്തോഷമില്ലാത്തൊരു സമൂഹത്തിൽ നിന്ന് വരുന്ന കുട്ടികളിൽ നിന്ന് വളരെ സാന്ത്വനവും സന്തോഷവും സമാധാനവും ഒക്കെ അമിതമായി പ്രതീക്ഷിക്കുന്നത് ഒരു അത്യാഗ്രഹം മാത്രമായിരിക്കും. പക്ഷേ ടീച്ചേഴ്സ് എന്ന നിലയിൽ, സ്കൂളെന്ന നിലയിൽ നമുക്ക് വലിയൊരു ഉത്തരവാദിത്വം ഈ സമൂഹത്തോടുണ്ട്. ഒന്ന്, ഈ സമൂഹത്തിൽ കാണുന്ന ട്രെൻഡുകളെയൊക്കെ ഒന്ന് റിവേഴ്സ് ചെയ്യാൻ, പോസിറ്റീവായിട്ട് റിവേഴ്സ് ചെയ്യാൻ നമ്മുടെ ക്ലാസ് മുറികളുടെ ചെറിയ ഇടങ്ങളിൽ നമുക്ക് എങ്ങനെ അതിനൊരു പ്രതിരോധം സൃഷ്ടിക്കാം, എങ്ങനെ അതിനെതിരെ ഒന്ന് ഫൈറ്റ് ചെയ്യാം. ഇതാണ് നമ്മൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഓരോ ടീച്ചേഴ്സും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് സിലബസൊക്കെ ഉണ്ട്, പഠിപ്പിച്ച് തീർക്കാനും ഒത്തിരിയുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഇടയിലൂടെ കുഞ്ഞുങ്ങളെ ഒന്ന് മനസ്സിലാക്കാനും കുഞ്ഞുങ്ങളെ ഒന്ന് സ്വാധീനിക്കാനും കുഞ്ഞുങ്ങളിലെ ഇത്തരത്തിലുള്ള അവസ്ഥകളെയൊക്കെ ഒന്ന് റിവേഴ്സ് ചെയ്യാനും ഒക്കെ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് പരിശ്രമിക്കാനായിട്ട് സാധിക്കും. വളരെ പ്രധാനമായിട്ട് ഞാൻ ഈ അടുത്തൊരു ഒരു സ്കൂളിൽ ചെന്നപ്പോൾ അവിടുത്തെ വളരെ ഉന്നതയായ ഒരു പ്രിൻസിപ്പലാണ്. പുള്ളിക്കാർ പറഞ്ഞത് ഈ ബെഞ്ചിലും ഡെസ്കിലും ഒക്കെ നിരന്തരമായിട്ട് കുത്തി വരയ്ക്കുകയും ഓരോന്നൊക്കെ എഴുതുകയും വരയ്ക്കുകയൊക്കെ ചെയ്യുന്ന ധാരാളം കുട്ടികളുണ്ട്. ഞാനതുകൊണ്ട് ക്ലാസ് റൂമിൻ്റെ ഒരു സൈഡിലെ വാള് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു നല്ല ചിന്തയാണ്. കാരണം അതിനകത്തൊരു ദോഷമില്ല. കാരണം ഈ കുട്ടികളുടെ ഉള്ളിലെ വേദനകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദേഷ്യങ്ങളും ഒക്കെ തന്നെയാണ് അവർ ഈ ബെഞ്ചിലും ഡെസ്കിലും ഒക്കെ കാണിക്കുന്നത്. പക്ഷേ അവർക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഒരു കുറച്ച് പോർഷൻ അലൗ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെയൊക്കെ അവരതങ്ങ് വെന്റിലേറ്റ് ചെയ്ത് തീർക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വെന്റിലേഷനെയൊക്കെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സ്കൂളായി ചിലപ്പോൾ അത് മാറാം. എന്തായാലും അത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. നമുക്ക് നമ്മുടെ കുട്ടികളെ അവരെ അടിച്ചമർത്താനല്ല, നേരെ മറിച്ച് അവരെ കൂടുതൽ വെന്റിലേറ്റ് ചെയ്യിക്കാനാണ് ഏറ്റവും കൂടുതൽ ശ്രമിക്കേണ്ടത്. പലപ്പോഴും ഒരുപാട് വഴക്കുകൾ കൊടുത്താണ് ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മൾ റിവേഴ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, അവരെ പണിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത്തരം സാഹചര്യങ്ങളിൽ കുട്ടികളെ കൂടുതൽ വഴക്ക് പറയുകയും കൂടുതൽ പണിഷ് ചെയ്യുകയും അല്ലെങ്കിൽ അവരെ കൊണ്ട് പിടിച്ച് പ്രിൻസിപ്പൽ റൂമിൽ കൊണ്ട് കൊടുക്കുകയും അല്ലെങ്കിൽ വൈകിട്ട് അപ്പൻ വരുമ്പോൾ അപ്പനെ കൊണ്ട് തല്ലിക്കുകയൊക്കെ ചെയ്താൽ ഇത്തരം കുട്ടികളിൽ റീഫോർമേഷൻ ഉണ്ടാവും. ഇത്തരം കുട്ടികൾ അസ്വസ്ഥരായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്നത്. അത് ചിലപ്പോൾ ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ വരെ ആയേക്കാം, അല്ലെങ്കിൽ ആയിട്ടുണ്ടാവും. ഇതൊന്നും നമുക്കറിയില്ല. അതിന് ചുമ്മാതെ അവരെ ആക്രമിക്കുക, അവരെ വഴക്ക് പറയുക, അവരോട് തല്ലുകയും ചെയ്യുന്നത് ഇതിനൊരു പരിഹാരമല്ല. നേരെ മറിച്ച് അവർക്ക് ഈ സമയത്ത് കൂടുതൽ വേണ്ടത് ഒരു കെയറാണ്. അവരെ പോസിറ്റീവായി ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടത് വലിയൊരു കെയറാണ്. അവരെ മനസ്സിലാക്കുന്നു ആദ്യം തന്നെ അവർക്ക് കൊടുക്കേണ്ട ഒരു അഷുറൻസ് ആണ്. അവർ സെക്യൂർഡ് ആണെന്നുള്ളൊരു ഫീലിംഗ് ആണ്. അപ്പോൾ അതൊക്കെ അവരെ നമ്മൾ ഇമോഷണലി സ്വാധീനിച്ച് അവരെ റീഫോം ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. പല സ്കൂളുകളിലും ഇങ്ങനെ കുട്ടികളെ വിക്ടിമൈസ് ചെയ്യുക, കുട്ടികളെ ചെറിയ തെറ്റുകൾ വരുത്തുമ്പോൾ തന്നെ അവരെ പിടിച്ച് ഒരു വലിയ ഹീറോ ആക്കുക,
വലിയൊരു ഗുണ്ടാത്തലവനാക്കി മാറ്റുക, ഇങ്ങനെയൊക്കെയുള്ള പ്രവണതകളുണ്ട്. ഇതൊക്കെ അധ്യാപകരുടെ ഇടയിലെ ചില മാനസിക വൈകല്യങ്ങളും കൂടെ ആണെന്ന് തിരിച്ചറിയണം. അല്ലെങ്കിൽ പോലീസിലൊക്കെ ചേരാൻ പറ്റാത്ത ചിലരൊക്കെ അറിയാതെ അധ്യാപകരുടെ ഇടയിൽ വന്നിട്ടുണ്ട്, മാതാപിതാക്കളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ നമ്മൾ പ്രതികരിക്കുന്നത്. അതല്ല ചെയ്യേണ്ടത്. ഒരു കുഞ്ഞിനെ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അവനെ അതിൽ നിന്ന് റീഫോം ചെയ്യാം? നമ്മുടെ ഓബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ കുഞ്ഞിനെ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് റീഫോം ചെയ്യുക എന്നുള്ളതായിരിക്കണം. സ്ഥിരമായി അവനെ പിടിച്ച് അവനെ ഒരു വിക്റ്റിമാക്കി അവനെ ഒരു അവഹേളിച്ച് അവനെ സ്കൂളിന് പുറത്താക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. സ്കൂളിന് പുറത്താക്കിയാൽ അവൻ ഈ സൊസൈറ്റിയിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ആരും സുരക്ഷിതരല്ല. നമ്മളൊരു കുഞ്ഞിനെയും കുറച്ച് കളയുമ്പോൾ, ഇല്ലാതാക്കി കളയുമ്പോൾ നമ്മളാരും സുരക്ഷിതരല്ല. പിന്നെ അധ്യാപനത്തിനൊരു ബൂമറാങ് എഫക്റ്റ് ഉണ്ട്. നമ്മൾ നമ്മുടെ കൈകളിലൂടെ കുറച്ച് കളയുകയും നശിപ്പിച്ച് കളയുകയും വീഴ്ത്തി കളയുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ പലതരത്തിലും തിരിച്ചു കയറി വരുമെന്നുള്ള കാര്യം ആരും മറന്നു പോകരുത്. ഈ കർമ്മ ഈസ് എ ബൂമറാങ്, അത് തിരിച്ചു വരും, അതിന് സംശയമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വിക്ടിംസിനെ സൃഷ്ടിക്കാനുള്ള പ്രവണതകൾ നമ്മൾ ഉപേക്ഷിച്ചിട്ട് കുട്ടികളെ രൂപാന്തരപ്പെടുത്തിയെടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ, ഒരുപക്ഷെ നമുക്കത് ഒറ്റയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ എല്ലാ അധ്യാപകരും കൂടെ ചേർന്ന്, അധ്യാപകരുടെ ഇടയിലൊക്കെ ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്. ഇതെൻ്റെ ക്ലാസ്സിലെ കുട്ടിയല്ല, അത് അവളുടെ ക്ലാസ്സിലെ കുട്ടിയാണ്, അല്ലെങ്കിൽ അങ്ങേരുടെ ക്ലാസ്സിലെ കുട്ടിയാണെന്നൊക്കെ പറയുന്ന ഇതൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. നമ്മുടെ സ്കൂളിലെ കുഞ്ഞുങ്ങളെല്ലാം നമ്മളുടേതാണ്. ഒരുപക്ഷെ ഒരു ടീച്ചറിന് അത്തരം ഒരു റീഫോർമേഷൻ ലീഡർഷിപ്പ് എടുക്കാൻ കഴിയില്ലെങ്കിൽ വേറൊരു ടീച്ചറിന് ആ രംഗത്തേക്ക് വന്ന് സഹായിക്കാം. എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ ഒരു കുട്ടിയെ പോലും കുറച്ച് കളയാതെ, നഷ്ടപ്പെടുത്തി കളയാതെ എല്ലാ കുഞ്ഞുങ്ങളെയും നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ വളരെ ഹാപ്പി ആയിട്ടും വളരെ കംഫർട്ടബിളായിട്ടും നിരന്തരമായി ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജിൽ നിലനിർത്താൻ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. അത്തരത്തിലുള്ള പ്രവണതകൾ, അതിനുവേണ്ടി നല്ല ഗൈഡൻസും ട്രെയിനിങ്ങും ഒക്കെ ടീച്ചേഴ്സിന് ആവശ്യമാണ്. ഞാനിപ്പോൾ ഈ അധ്യാപക ട്രെയിനിങ്ങുമായിട്ട് കേരളം മുഴുവൻ യാത്ര ചെയ്തുകൊണ്ട് ഒരു സമയമാണ്. പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അധ്യാപകർ പലരും എന്നോട് പറയുന്നത്, സാറേ ഇങ്ങനെയൊന്നും ഞങ്ങൾക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല, പലപ്പോഴും അത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, ഞങ്ങൾ അവരെ പണിഷ് ചെയ്യുക, പറ്റുമെങ്കിൽ സ്കൂളിൽ പുറത്താക്കുക, ഇതല്ല നമ്മളുടെ ഉദ്ദേശം. ഇൻഫൻ ജീസസ് എന്നും ഗുഡ് ഷെപ്പേർഡ് എന്നും അല്ലെങ്കിൽ അതുപോലുള്ള വലിയ വലിയ ദൈവങ്ങളുടെ, ശ്രീനാരായണ എന്നുമൊക്കെ എഴുതി വച്ചിരിക്കുന്ന ദൈവങ്ങളുടെയും ഉന്നതരായവരുടെയും മഹാത്മാഗാന്ധിയുടെയൊക്കെ പേരെഴുതി വച്ചിരിക്കുന്ന സ്കൂളുകളിലാണ് കുട്ടികളെയൊക്കെ ഇങ്ങനെ പണിഷ് ചെയ്ത് ചെറുതാക്കി ഇല്ലാതാക്കി പുറത്ത് കളയുന്നത്. അവരെല്ലാം പൊതുവിദ്യാലയങ്ങളിലേക്ക് ചെല്ലും. ആ പൊതുവിദ്യാലയങ്ങൾക്ക് നോ പറയാൻ കഴിയില്ലല്ലോ. അവർ ഈ കുട്ടികളെ എടുത്ത് പഠിപ്പിക്കുന്നു, അവരെ തള്ളിക്കളയുന്നില്ല, അവരവിടെ പഠിപ്പിക്കുന്നു. അവിടെ ഇപ്പോൾ ഇത്തരം കുട്ടികളുടെ എണ്ണം ഒത്തിരി കൂടുതലാണ്. അവിടെയുള്ള അധ്യാപകരൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവർക്ക് കിട്ടിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ബഹുമാനിക്കുക, ആ സ്കൂളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ വിട്ട മാതാപിതാക്കളെ ബഹുമാനിക്കുക. അവരൊരു ഉദ്ദേശത്തോടെയും ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ലക്ഷ്യത്തിൽ ആ കുഞ്ഞുങ്ങളെ എത്തിക്കുക. നല്ല ഫിനിഷ്ഡ് പ്രോഡക്ട്സായി, പൂർത്തീകരിച്ച മികച്ച കുഞ്ഞുങ്ങളായി, നമുക്ക് നല്ല സിറ്റിസൻസായി നമ്മുടെ കുഞ്ഞുങ്ങളെ ലോകത്തിന് തിരിച്ചു കൊടുക്കാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് അധ്യാപനം. അതിൻ്റെ പേരാണ് എഡ്യൂക്കേഷൻ. കുറേ സയൻസും കണക്കും മാത്രം പഠിപ്പിക്കുന്ന വെറും സാക്ഷരതാ പ്രക്രിയ അല്ല ഇവിടെ വേണ്ടത്. ഒരു കുട്ടിയെ രൂപാന്തരപ്പെടുത്തി ഒരു നല്ല സിറ്റിസനാക്കി സമൂഹത്തിന് തിരിച്ചു നൽകുന്നതാണ് വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം. അതിന് എല്ലാവർക്കും കഴിയട്ടെ. ഇത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുമെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ നല്ലൊരു കമ്മ്യൂണിറ്റിയായി ഇത് ചർച്ച ചെയ്യുന്നതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. ഇതിൽ ഞങ്ങളെ സഹായിക്കുന്ന എല്ലാവരെയും നന്ദി പറയുന്നു. നല്ല വിദ്യാഭ്യാസ വർഷമായി ഈ വർഷം മാറട്ടെ. വലിയ രൂപാന്തരങ്ങൾ ഈ വർഷം ഉണ്ടാവട്ടെ. എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും അഭിനന്ദനങ്ങൾ, ആശംസകൾ. താങ്ക് യു സോ മച്ച്.